രക്തരക്ഷസുകളുടെ താഴ്വാരം അധ്യായം 17. പറഞ്ഞതുപോലെ തന്നെ പരമവും സംഘവും എത്തി. ഒരാളിനെ വളരെ നിസാരമായി കൊന്നു തള്ളുന്ന പരമവശാൽ ഈ കുറി വളരെ കരുതലോടെയാണ് എത്തിയിരുന്നത്. ഒരു തുകൽ സഞ്ചിയിൽ നിറയെ വെട്ടുകത്തിയും വടിവാളും കടാരകളും കൂടാതെ സഹായികളായി 2 ബലവാന്മാരും. ചെറുമംഗലത്ത് ഭവനത്തിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലായിരുന്നു താമസ സൗകര്യം ഒരുക്കിയത്. മാധു എവിടെയാണ്? അയാളെ കണ്ടെത്തുകയാണ് ആദ്യത്തെ യത്നം. അതാര് ചെയ്യും? നീലകണ്ഠന്റെ തല കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 500 രൂപയും വാങ്ങിക്കൊണ്ട് പോയവനെ പിന്നെ കണ്ടിട്ടേയില്ല എന്നത് മാത്രമല്ല, ചെറുമംഗലത്ത് ഭവനത്തിന്റെ നെടുംതൂണായിരുന്ന നഗരനെ കൂട്ടിന് കൊണ്ടുപോയിട്ട് അവനെ വധിച്ചതായും വാർത്ത വന്നു. ഇപ്പോൾ കിളിമാനൂരിൽ ഏതോ ഭാഗത്തുണ്ടാവാനാണ് സാധ്യത. നന്ദഗോപൻ ഉൾപ്പെടെയുള്ള ചാരന്മാരെ നാടിന്റെ നാനാഭാഗത്തും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളോളമുള്ള തിരച്ചിലിനൊടുവിൽ നന്ദഗോപൻ തന്നെയാണ് മാധുമാരാരുടെ വാസസ്ഥലവും കണ്ടെത്തിയത്. അത് കുറച്ച് അകലത്തിലാണ്, ആരും ചെന്നു പറ്റാത്ത ഒരിടം. അവിടെ ഏതോ ഒരു ഭീകരൻ ഒളിച്ചു താമസിക്കുന്നതായി വനത്തിൽ വിറക് വെട്ടാൻ പോയ ആളുകളാണ് കണ്ടെത്തിയത്. അവരിൽ നിന്നും വാർത്ത രഹസ്യമായി നന്ദഗോപൻ പിടിച്ചെടുത്തു. എന്നിട്ട് കിഴക്കൻ മലയിലുള്ള ആ കേന്ദ്രം സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി. അതൊരു ആയുർവേദ ചികിത്സാ കേന്ദ്രമായിരുന്നു. ആദിവാസികളാണ് അതിൻ്റെ നടത്തിപ്പുകാർ. രോഗികളായി നടിച്ച് 2 പേരെ അവിടെ എത്തിക്കാനായിരുന്നു തീരുമാനം. ഒരാൾ പുരുഷനും മറ്റേത് സ്ത്രീയും. സ്ത്രീ പുരുഷന്റെ ഭാര്യയാണ്. രോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കാനാണ് ഭാര്യ കൂടി വന്നിട്ടുള്ളത്. പ്രച്ഛന്ന വേഷധാരികൾക്ക് ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള പണവും ചെറുമംഗലത്തു നിന്നും കൊടുത്തയച്ചിട്ടുണ്ട്. പണം ആവശ്യത്തിനുണ്ടായിരുന്നതിനാൽ ആദിവാസി വൈദ്യനെ അവരോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. ഭാര്യ അല്പം ചന്തമുള്ള ഒരു യുവതിയാണ്. ഭർത്താവ് ഒരു കോന്തൻ, എങ്കിലും പണക്കാരനാണ്. 2 ദിവസത്തെ ഇടപെടൽ കഴിഞ്ഞപ്പോൾ മാധുമാരാർ നേരിട്ട് വന്ന് അവളെ പരിചയപ്പെട്ടു. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നയാൾ ചോദിച്ചു. കൊളത്തൂപ്പുഴ, മറുപടി പറഞ്ഞു. മാരാർ അവളെ സ്നേഹപൂർവ്വം നോക്കി. അവൾ മാരാരുടെ വീക്ഷണത്തിന് മുന്നിൽ ഒന്ന് പതറിയതുപോലെ തോന്നി. എന്താ നിന്റെ പേര്? കമലാക്ഷി. കൊള്ളാം, നീ ആള് കൊള്ളാം. ആട്ടെ, ഭർത്താവാണോ കൂടെയുള്ളത്? അതെ. അയാൾക്കെന്താ കുഴപ്പം? ദേഹത്തിന് തളർച്ച, ശരീരത്തിന് ബലമില്ല, കൈയും കാലും കുഴഞ്ഞു പോവാണ്. ഞരമ്പിൻ്റെ കുഴപ്പമെന്നാണ് വൈദ്യര് പറഞ്ഞത്. എണ്ണക്കഴി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇടണം. അകത്തുകൂടി കുടിക്കാൻ വേറെ മരുന്നുമുണ്ട്, അവൾ പറഞ്ഞു. എന്നാലും ലക്ഷണം കണ്ടിട്ട് രക്ഷപിടിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഒരുപക്ഷെ രക്ഷപിടിച്ചാലും അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. തളർന്നങ്ങനെ കിടക്കും, മാധുവിൻ്റെ വിലയിരുത്തൽ. അത് കേട്ടവൾ തന്നെ അവൾ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത് തമ്പ്ര. അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? ഞാൻ പിന്നെ ഏതെങ്കിലും കുളത്തിലോ ആറ്റിലോ ചാടിയാൽ മതി. ഷോ, അതൊന്നും വേണ്ട. അവനങ്ങ് പോയാലും നിന്നെ ആരെങ്കിലും പോറ്റാതിരിക്കുമോ? നീ നല്ല ചന്തമുള്ള പെണ്ണല്ലേ. മാരാരുടെ പ്രശംസ കേട്ട് അവൾ വെട്ടിയൊന്ന് ചിരിച്ചു. ചിരിക്കാതിരിയടി, ഭർത്താവ് ചാവാൻ കിടക്കുമ്പോഴാണോടി നിന്റെ ഈ ചിരിയും ബഹളവും. എന്നിരുന്നാലും തമ്പ്രാൻ ചിരിപ്പിച്ചാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനും മനുഷ്യനല്ലേ. നീ ചിരിച്ചോ, പക്ഷെ അതവൻ കേൾക്കാതിരുന്നാൽ മതി. തമ്പ്രാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാളിനി കേട്ടാലും ഒന്നുമില്ല. അവൾ ഇങ്ങനെ പറയുന്നത് മാധുവിൻ്റെ കണ്ണിലും നെഞ്ചിലും മാറി മാറി നോക്കുകയും ചെയ്യുകയായിരുന്നു. മാധുവാകട്ടെ കൂടുതൽ ആവേശത്തിലായി. അയാൾക്ക് അവളിൽ വലിയ കമ്പമായി തീരുകയാണ്. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ടടി? മാരാർ ചോദിച്ചു. വേറെ ആരുമില്ല തമ്പ്ര, ഞാനും അങ്ങേരും മാത്രമേ ഉള്ളൂ. അതേതായാലും എന്ന് പറഞ്ഞ് മാരാർ ഒന്ന് നിർത്തി. എന്താ നിർത്തിയത്? ബാക്കി കൂടെ പറ തമ്പ്ര. അതെന്തായാലും നന്നായി എന്നല്ലേ പറയാൻ വന്നത്? അതെങ്ങനെ മനസ്സിലായി? എനിക്കെല്ലാം മനസ്സിലാവും തമ്പ്ര, എല്ലാം. നീ ആളും ഇടുക്കിയും രസകത്തിയും തന്നെ. നിന്നെ എന്തായാലും എനിക്കങ്ങ് ബോധിച്ചു. മാരാർ ശൃംഗാരഭാവത്തിലായി. കമലാക്ഷി വീണ്ടും ചിരിക്കുക തന്നെ. അങ്ങനെ കുലുങ്ങി ചിരിച്ചവൾ അവളുടെ കെട്ടിവെച്ച മുടി അഴിഞ്ഞു വീഴുകയും 2 കരങ്ങളും ഉയർത്തി വീണ്ടും മുടി കെട്ടിവെക്കുകയും ചെയ്തപ്പോൾ അവളുടെ തഴച്ച കുജുദ്ധയങ്ങൾ റൗക്കയുടെ അകത്ത് നെരിഞ്ഞു വരുന്നതിരിക്കുന്നത് കണ്ട് അയാൾ ആവേശത്തിലാവുകയും ചെയ്യുന്നു. തമ്പ്രാൻ എന്താ എന്നെ വല്ലാതെ നോക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു അവൾ. അതിൻ്റെ മറുപടിയായി മാരാർ ഇങ്ങനെ പറയുന്നു. ഈ അടുത്ത കാലം വരെയും നിന്റെ ജാതിയിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് മുലയും പൊക്കളുമൊന്നും മറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അതിങ്ങനെ തുറന്നു കിടക്കും. ആണുങ്ങൾക്ക് യഥേഷ്ടം കാണും. ഇപ്പോഴല്ലേ ഈ റൗക്കയിടാനുള്ള അനുവാദമുണ്ടായിരുന്നു. എൻ്റെ തമ്പ്ര, അതാണോ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്? വല്ലാത്ത ആള് തന്നെ. ഇങ്ങനെ അവൾ പറയുമ്പോൾ ചിരിക്കുകയും ചെയ്യുമ്പോഴേക്കും വൈദ്യരുടെ അനുയായി ഒരുത്തൻ അങ്ങോട്ട് വന്നു. കമലാക്ഷിയെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയാൾക്ക് കിഴിയിടാൻ നേരമായി.
ഓ, ഇതാ വരുന്നു. വൈദ്യന്റെ അനുയായിയോട് ഉത്തരം പറയുകയും മാരാരെ നോക്കി പോയിട്ട് വരാം എന്ന് കണ്ണുകൊണ്ട് ആംഗ്യഭാഷയിൽ മൊഴിയുകയും ചെയ്യുന്നു അവൾ. കിഴിയെല്ലാം കഴിഞ്ഞ് നേരത്ത് മാരാൻ ഉറക്കത്തിലായിരുന്നു. മാരാരുടെ ദേഹരക്ഷയും ദീർഘായുസിനും വേണ്ടി ഒരു ഉടുമ്പിനെ കൊന്ന് അത് ലേഹ്യമാക്കുന്ന പ്രക്രിയ ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അതിനുള്ള പണം അയാൾ യഥേഷ്ടം വൈദ്യർക്ക് നൽകിക്കഴിഞ്ഞു. കമലാക്ഷിയും മാരാരും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവൾ പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വൈദ്യർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിനി തമ്പ്രാനോട് മിണ്ടാൻ വരത്തില്ല. എനിക്ക് വൈദ്യരുടെ വഴക്ക് കേൾക്കാൻ വയ്യ. അങ്ങനെ അയാളാ പറഞ്ഞോ ആ അഹങ്കാരിയായ വൈദ്യൻ. എന്നാൽ അവൻ്റെ മുട്ടുകാല് ഞാൻ തല്ലിയൊടിക്കും. ഈ മാധുമാരാരുടെ മുമ്പിൽ തെളിയാനുള്ള ധൈര്യമുണ്ടോന്ന് അവന്. മാധുവിൻ്റെ കോപം കലർന്ന സ്വരം. അയ്യോ വേണ്ട, തമ്പ്രാൻ കോപിക്കണ്ട. വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അത് എൻ്റെ വീട്ടിലായിക്കൊള്ളണം എന്നാണ് വൈദ്യർ പറഞ്ഞത്. ഒന്നാലോചിച്ചാൽ അതല്ലേ നല്ലത്. അവൾ മാധുവിൻ്റെ കോപം തണുപ്പിക്കുന്നു. എന്നാലും അയാളത് പറഞ്ഞത് എനിക്ക് ബോധിച്ചിട്ടില്ല. വേണ്ട തമ്പ്ര, നമുക്ക് സംസാരിച്ചിരിക്കാൻ എൻ്റെ വീടുണ്ടല്ലോ, അങ്ങോട്ട് പോയാൽ പോരെ. അതിന് നിന്റെ മാപ്പിളയെന്ന് പറയുന്നവൻ ഇതുവരെ ചത്തിട്ടില്ലല്ലോ. അവനിങ്ങനെ ഒഴിയാബാധയായി കിടക്കുമ്പോൾ അവനെ ഉപേക്ഷിച്ചിട്ട് നീ എങ്ങനെ വരും? അതൊക്കെ ഞാൻ വരും. വൈദ്യര് പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത്. ഓഹോ, എന്നാൽ പിന്നെ അതൊരു വാക്കായി. നീ അങ്ങ് പോയിക്കോ, ഞാനും പിന്നാലെ വന്നേക്കാം. മാരാർ നിർദ്ദേശിച്ചു. അത് വേണ്ട, അവൾ പറയുന്നു. പിന്നെ മാരാർക്ക് ആകാംക്ഷയായി. എനിക്ക് ഉറപ്പ് തരണം. എന്തോന്ന്? അതിൻ്റെ ഉത്തരം അവൾ വാക്കുകൊണ്ടല്ല പറഞ്ഞത്, കഴുത്തിൽ താലി കെട്ടുന്ന ആംഗ്യം കാണിക്കുകയാണുള്ളത്. മാരാർക്ക് അവളുടെ പ്രകടനം ഇഷ്ടമായി. അത് പിന്നെ പറയണോ? ഞാൻ തയ്യാറാണല്ലോ. പക്ഷേ അവനെ എന്തോന്ന് ചെയ്യും? ചാവുമ്പം കുഴിച്ചു താക്കാൻ പറ്റുമോ? അതൊക്കെ തമ്പ്രാൻ വിചാരിച്ചാൽ നടക്കും. കുഴി കാലം നെട്ടിയിരിക്കുന്ന ഒരുത്തിന് വേണ്ടി ഞാനെന്തിനാ കാലം കളയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ചിരിച്ചു. മാധുവാരാർ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ തൽക്കാലം പോയിക്കോ, ഞാനും പുറകെയുണ്ട്. വൈകിട്ടോടെ ഞാനും അങ്ങ് എത്തിക്കണം. പറഞ്ഞിട്ട് കീശയിൽ നിന്നും നാണയത്തൊട്ടുകളെടുത്ത് അവളെ ഏൽപ്പിച്ചു. ചോറും മീൻകറിയും ശരിയാക്കി വെച്ചേക്കണം. വരുമ്പോൾ എനിക്ക് നല്ല വിശപ്പ് കാണും. മാരാരുടെ കൽപ്പന. കമലാക്ഷി മാധുവിൻ്റെ അടുത്തുനിന്നും വൈദ്യരുടെ സമീപമെത്തി. ആരും കേൾക്കാത്ത വിധത്തിൽ ഭർത്താവിൻ്റെ അസുഖവിവരം പ്രതിപാദിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലും കുറച്ച് നിമിഷങ്ങളും വൈദ്യരും അവളും തമ്മിൽ സംസാരിച്ചു. എന്തായാലും മറ്റെന്തോ വിഷയമാണെന്നുള്ളത് തീർച്ച. എന്തായാലും അവിടെ നടക്കുന്നത് ഒരു വലിയ ഗൂഢാലോചന തന്നെയാണ്. അതിൽ ആദിവാസി വൈദ്യനും പങ്കുണ്ടോ എന്നത് ചിന്താനീയം തന്നെയാണ്. കമലാക്ഷി യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ ആദിവാസി വൈദ്യൻ്റെ സഹായിയായി നിന്നാൾ അവിടെ നിന്നും എവിടേക്കോ പോയി കഴിഞ്ഞിരുന്നു. അത് എവിടേക്കാണെന്ന് മാധുവിന് നിശ്ചയമുണ്ടായിരുന്നില്ല. അതിൽ സംശയം വരാതിരിക്കുവാൻ വേണ്ടി വൈദ്യൻ അവൻ കുളത്തുപുഴയിൽ നിന്ന് നെയ് വാങ്ങിക്കാൻ പോയതാണെന്ന് ധരിപ്പിച്ചു. സഹായി തിരികെ പശുവിൻ നെയ്യുമായി എത്തിയപ്പോൾ മാധുവിൻ്റെ സന്ദേഹം തീരുകയും ചെയ്തു. കമലാക്ഷി ഏലുക പറഞ്ഞതനുസരിച്ച് മാധുമാരാർ സന്ധ്യയോടെ അവിടെ എത്തി. ഭവനത്തിലെത്തും മുമ്പ് അവൾ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവതാളത്തിലായി തമ്പ്ര. അവളുടെ ശബ്ദത്തിൽ പകർച്ചയുണ്ടായിരുന്നു. എന്താണ് ഈ പറയുന്നത്? എന്തുപറ്റി? അയാൾ അല്പം പരുഷമായി ചോദിച്ചു. ഒന്നും പറയണ്ട. ഞാൻ വന്നപ്പോൾ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഇവിടെയുണ്ട്. അവരെ ദീനമറിയാൻ വന്നതാ. എന്തോന്ന് ചെയ്യും അവരുള്ളപ്പോൾ? അവൾ സാഹചര്യം അറിയിച്ചപ്പോൾ മാരാരും അത് ശരിയായിരുന്നു ചിന്തിച്ചു. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? മാരാരാരെന്ന് ഒരു സ്ഥലമുണ്ട്. എവിടെ? അങ്ങ് കൂപ്പിലാണ്. നല്ല പുരയും അതിനകത്ത് കിടക്കാൻ പറ്റിയ അട്ലയും ഉണ്ട്. എന്നാൽ അങ്ങോട്ട് പോകാമെന്നായി മാധു. എങ്കിൽ ഞാൻ റെഡി. ഇരുവരും കൂപ്പിലേക്ക് നടന്നു. പരിസരത്തെങ്ങും ആൾവാസമില്ലാത്ത തികച്ചും വിജനമായ ഒരു സ്ഥലമായിരുന്നു. കണ്ണെത്താത്ത ദൂരം വരെ മരച്ചീനി കൃഷി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ കവൽപ്പുരകളുണ്ട്. അതിലൊന്നിൻ്റെ മുന്നിൽ അവരെത്തി. അകത്താരെങ്കിലും കാണുമോ? മാരാർ സംശയം ചോദിച്ചു. ഇല്ല, അവൾ ഉറപ്പ് പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? ഇവിടെ കാവൽ കിടക്കുന്ന ആൾ ഇപ്പോൾ സ്ഥലത്തില്ല. അയാൾ ഇവിടെ പോയി? മാരാർ ചോദിച്ചപ്പോൾ കമലാക്ഷി വീണ്ടും ചിരിച്ചു. അയാളാണ് തമ്പ്ര വൈദ്യരൻ്റെ അടുത്ത് കിടക്കുന്നത്. ദേഹം തളർന്നു കിടക്കുന്ന ആ ആളാണ് ഇവിടുത്തെ കാവലും. മിടുക്കി. നീ ആളൊന്നൊന്നര മിടുക്കി തന്നെ. മാരാർ അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ ചിരിക്കുകയുണ്ടായോ? അറിയില്ല. ദേഹം പൊടിയുന്നെൻ്റെ തമ്പ്ര, നമുക്കകത്തേക്ക് പോകാം. എന്നെ വിട്. കമലാക്ഷി മൊഴിയുന്നു. മാരാരുടെ കരവലയത്തിൽ നിന്നും അവൾ മുക്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എടുത്തിട്ട് വരാം. തമ്പ്ര അകത്ത് കയറി തീപ്പെട്ടി വരച്ച് വല്ല പാമ്പോ തോളോ കിടക്കുന്നെന്ന് നോക്ക്. അവൾ നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് മൂത്രമൊഴിക്കാനെന്ന പോലെ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് മുണ്ടു ചുരുക്കി വെച്ച് കുത്തിയിരുന്നു. എന്തായാലും മാധുമാരാർ എന്ന പരമദുഷ്ടന് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും അനുഗ്രഹവും ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗ്യമാണ് ഈ കമലാക്ഷി എന്ന ഈ മുത്ത്. ഇവിടെ ഇനി ഒരുത്തരും താൻ കൊടുക്കുകയില്ല. തൻ്റെ ജീവിതകാലം മുഴുവൻ ഇവൾ മതി തൻ്റെ കൂടെ. ഒരുപക്ഷെ
ആ കോന്തൻ ഷയ്യെ വിട്ട് എഴുന്നേറ്റ് വരികയാണെങ്കിൽ അവൻ്റെ മരണം തൻ്റെ കൈകൊണ്ട് തന്നെ. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് മാരാർ കാവൽപ്പുരയ്ക്കകത്തേക്ക് കടന്നത്. ആരാണ് ഈ പുരയ്ക്കകത്ത് വസിക്കുന്നത് എന്ന് മനസ്സിൽ ചോദിച്ചുകൊണ്ട് തീപ്പെട്ടി ഉരയ്ക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അകത്തിരുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് ദൃശ്യപ്പെട്ടു. അത് അയാൾ കത്തിച്ചു വെച്ചു. അകത്ത് കട്ടില് പോലുള്ള ഒരട്ടള മുളകേറിയെടുത്ത് ചുറ്റിക കൊണ്ടടിച്ച് പതുക്കി കെട്ടിയെടുത്തുണ്ടിരിക്കുന്നുണ്ട് കിടക്കുകയാണത്. എല്ലാം ഭദ്രം. ഇനി അവൾ കൂടി എത്തിയാൽ മതി. ഈ രാത്രി മുഴുവൻ ആഘോഷം തന്നെ. സമയം കടന്നുപോയി. എവിടെ അവൾ? കമലാക്ഷി! മാരാർ പതുക്കെ വിളിച്ചു. പുറത്ത് രണ്ടുകൾ പ്രത്യക്ഷമാവുകയും അവ കമലാക്ഷിയുടെ കാതിൽ എന്തോ രഹസ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അവൾ ഇതിനകം തന്നെ ഇരുളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മാരാരുടെ വിളി കേൾക്കാൻ അവളുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മാധുവിനെ അവിടെ എത്തിക്കുക എന്നത് മാത്രമായിരിക്കണം അവളുടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞപ്പോൾ അവൾ പിരിഞ്ഞു. അവൾ എവിടെ? ഇത്ര നേരം പെടുക്കാൻ വേണ്ടി അത്രയും മൂത്രമോ? മാരാർ ചിന്തിച്ചു. എടി കമലേ! ഒരു തവണ കൂടി അയാൾ വിളിച്ചുകൊണ്ട് കാവൽപ്പുരയുടെ വാതിലിനടുത്തേക്ക് നടന്നു. പുറത്ത് 2 പേരാണ് കാത്തു നിന്നത്. ഇരുവരുടെയും കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതികായനും ബലിഷ്ഠകരങ്ങളുടെ ഉടമയുമായ സർവോപരി അതിവിദഗ്ധനുമായ ഒരു യുദ്ധവീരനുമായ നാദുവിനെ അസ്ത്രങ്ങൾ കൊണ്ട് നേരിട്ടാൽ വിജയം ഉറപ്പാണെന്ന് നിശ്ചയമില്ലാത്തതിനാലാവണം എതിരാളികൾ നിറതോക്കിനെ അവലംബിച്ചിരുന്നത്. പുറത്തുനിന്നവർ 2 പേരും മുഖത്ത് കരിമ്പടം കൊണ്ട് പൊതിഞ്ഞിരുന്നതിനാൽ ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. മാധുമാരാർ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പുറത്തെ അതിഥികളെ കണ്ട് ഞെട്ടിപ്പോയത്. ആരാടാ എന്നുറക്കെ ചോദിച്ചുകൊണ്ട് തിടുക്കത്തിൽ തിരിഞ്ഞോടുവാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ ആ ഉദ്യമം വിഫലമാവുക തന്നെ ചെയ്തു. ഏറ്റവും ഭീകരമായ അടുത്ത നിമിഷം ഠോ! ഒരു ഉഗ്രശബ്ദം ഉയർന്നു. ഒപ്പം മാധുവിൻ്റെ കണ്ടം പിളർന്നുള്ള നിലവിളിയും. ഒരു സെക്കൻഡ് കഴിയും മുമ്പ് അടുത്തയാളും കാഞ്ചി വലിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2ാമത്തെ തോക്ക് വെടിയുണ്ടെയും പായിച്ചു കഴിഞ്ഞു. മാധു ആകട്ടെ രക്തത്തിൽ കുളിച്ച് നിലത്ത് വീണ് അവിടെ കിടന്ന് പിടയ്ക്കുകയും അമുറുകയും ഒക്കെ ചെയ്യുകയാണ്. അയാളുടെ അലറിയുള്ള നിലവിളി അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെ അനേകായിരം നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തി ജീവനോടെ കുഴിച്ചുമൂടിയും ഇക്കാലം അത്രയും വിരാജിച്ച മാധുമാരാർ എന്ന ഭീകരൻ പിടച്ച് പ്രാണവായുവിനു വേണ്ടി വെപ്രാളം പൂണ്ട് മരണം പോകുന്ന രംഗം മലയാളികൾ കണ്ടു നോക്കി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ അവരുടെയും ഗതി ഇത് തന്നെയായിരിക്കുമെന്ന് അവർ ഓർത്തിട്ടുണ്ടാവുമോ? ആരാണ് ആ 2 രൂപങ്ങൾ? അവർ മാധുവിൻ്റെ ശരീരം നിശ്ചലമാക്കിയതിനു ശേഷം മാത്രമാണ് മുഖത്തെ കെട്ടിയിരുന്ന ആവരണം നീക്കിയത്. അകത്തെരിഞ്ഞു കത്തുന്ന ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരിക്കുന്നു. പാരിപ്പള്ളി പരമവും സഹായി കാസിം കുഞ്ഞും 2 പേരും കുറച്ചുനേരം മാധുവിൻ്റെ ശവശരീരത്തിൽ നോക്കി അങ്ങനെ നിന്നു. നമുക്ക് ഇതുവഴി അങ്ങ് വെച്ച് പിടിക്കാം, പരമു കാസിമിനോട് പറഞ്ഞു. ഇതെന്തു ചെയ്യും? ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ? കാസിം ആരായിരുന്നു? ആ ജോലിയൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ലല്ലോ. ശവം മറവ് ചെയ്യേണ്ട ജോലി അവർക്കുള്ളതാണ്. നമുക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പരമു വ്യക്തിപ്പെടുത്തി. തോക്കെന്ത് ചെയ്യും എന്നായി കാസിം. റോഡിൽ ആ സ്വാമിയും കേശവനുമുണ്ടല്ലോ, അവന്മാരെ ഏൽപ്പിച്ചാൽ നമ്മുടെ ജോലി കഴിയും. പിന്നെയെല്ലാം അവർ ചെയ്തോളൂ. എന്നാലും ആ പെണ്ണങ്ങോട്ട് പോയി? കാണാനേ കിട്ടിയില്ലല്ലോ. അവൾ തലവെട്ടി പൊന്നമ്മ എന്ന കേടിയുടെ മോളാണ്. അവൾ എന്തും ചെയ്യും. ഏത് പുരുഷനെയും മയക്കി കിടത്തും. അവൻ്റെ അടിവസ്ത്രം പോലും ഊരിയെടുക്കും. അതാണ് സാധനം. പരമു വ്യക്തപ്പെടുത്തിയപ്പോൾ കാസിം പറയുന്നു, എന്നാൽ പോകട്ടെ, നമുക്ക് പോകാം. തിരിഞ്ഞു നടക്കും മുമ്പ് പരമു ഒരു തവണ കൂടി മാരാരുടെ ശവത്തിൽ നോക്കി. ഇത് അനങ്ങുന്നുണ്ടോ? ഇല്ല, മരിച്ചു എന്നുള്ളത് ഉറപ്പു തന്നെ. 1/2 മണിക്കൂർ കൊണ്ടാണ് അവർ അരവണ്ടിയുടെ അടുത്തെത്തിയത്. അരക്കന്നൂർ സ്വാമിയും കേശവനും രംഗത്തെത്തി. മാധുവിൻ്റെ ശവശരീരം പരിശോധിച്ചു. കാവൽപ്പുരയിലാകെ രക്തമൊലിച്ച് ഒറ്റിക്കിടക്കുന്നുണ്ട്. ആര് വന്നു നോക്കിയാലും രംഗം കാണാം. പോലീസ് ഉദ്യോഗസ്ഥരുമായി കടുത്ത വിരോധത്തിലാണ് ചെറുമംഗലത്ത് നാരായണൻ. അതുകൊണ്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ അവർ നാരായണനെ പിടികൂടും. പണം എത്രയുണ്ടെങ്കിലും മാരാർ വള്ളം അത്ര നിസാരമായി തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ചെറുമംഗലത്തെ നാരായണൻ്റെ അധീനതയിലുള്ള മരിച്ചീനിക്കുപ്പിൽ നിന്നും മാരാരുടെ ശവം കണ്ടെടുക്കാൻ ഇടവരരുത്. അത് നശിപ്പിക്കണം. അതിനുള്ള നടപടികൾ ഇനി അമാന്തം പാടില്ല. കേശവൻ അതിവേഗതയിൽ കാളകളെ പായിച്ചു. സ്വാമിയും കേശവനും അധികം സംസാരിച്ചില്ല. മനസ്സിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. ചെറുമംഗലത്തെത്തിയപ്പോൾ നേരം പാതിരാവൊന്നുമായിട്ടില്ല. അവിടെ നാരായണൻ കാത്തിരിക്കുകയായിരുന്നു. ഒപ്പം നന്ദഗോപനുമുണ്ട്. സ്വാമി വിവരം ധരിപ്പിച്ചു. തട്ടിക്കഴിഞ്ഞു. സന്തോഷം, നാരായണൻ പ്രതിവദിച്ചു. പക്ഷേ ശവം അവിടെ തന്നെ കിടക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. രക്തക്കളമാണ് രംഗം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന ചോദ്യം നാരായണൻ ഉന്നയിച്ചു. അങ്ങനെ നിസ്സാരമായി ചെയ്യാൻ കഴിയില്ല. മാധവും ആ പെണ്ണും കൂടി സംസാരിക്കുന്നത്, 2 പേരും കൂടി നടന്നു പോകുന്നതും പലരും കണ്ടിട്ടുണ്ട്. മാരാർ മരിച്ചതായി അറിഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേര് പലരും പറയും. അവളെ പോലീസ് പിടികൂടുകയും ചെയ്തു. അത് കൂടുതൽ അപകടമാണ്.
അവൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യും. തലവെട്ടി പൊന്നമ്മയുടെ മകളാണത്. എല്ലാവർക്കും അറിയാം. അവളെ പോലീസുകാർ ചതയ്ക്കുമ്പോൾ കാര്യം മുഴുവൻ അവൾ തുറന്നു പറയുകയും തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ ആദ്യം അവൾ പറയുന്ന പേര് നാരായണൻ്റെ തന്നെയായിരിക്കുമെന്നത് ഉറപ്പാണ്. സ്വാമിയുടെ വെളിപ്പെടുത്തൽ കേട്ട് നാരായണൻ ഒന്ന് പകച്ചു. ഇന്നൽ പരമേശ്വരനെ ആക്ഷേപിച്ചു വിട്ടത് ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് വേണം ആദ്യം പറയേണ്ടത്. അയാൾ അസ്വസ്ഥതയോടെ പറഞ്ഞു. ശവം നശിപ്പിക്കണം, കരിച്ച് ചാമ്പലാക്കി ഏതെങ്കിലും ആറ്റിലൂടെ ഒഴുക്കിക്കളയണം. എന്ന് വെച്ചാൽ ഒരു തെളിവും അവശേഷിക്കരുത്. അങ്ങനെ വന്നാൽ നമ്മെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മാരാര് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എങ്ങനെ തീരുമാനിക്കും? സ്വാമി തൻ്റെ തന്ത്രം അറിയിച്ചു. അത് ശരി തന്നെ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക. ആവശ്യത്തിന് സാധനങ്ങളും ആളുകളെയും കൂട്ടിക്കൊള്ളുക. നിങ്ങൾ തിരികെ വരുന്നവരെ ഞാൻ ഉറങ്ങുകയില്ല. എന്തായാലും നകുലൻ്റെ തലവെട്ടിയ മാരാരുടെ ശവമടക്ക് ഗംഭീരമായി തന്നെ നടക്കണം. അത് ഞാൻ മനസ്സിൽ കാണുകയാണ്, നാരായണൻ നിർദ്ദേശിച്ചു. ആവശ്യത്തിനുള്ള വിറകും മണ്ണെണ്ണയുമായി 2 ജോലിക്കാരും ഉൾപ്പെടെ ചെറുമംഗലത്തു നിന്നും ഒരു കാളവണ്ടിയും അരവണ്ടിയും കൂപ്പിലേക്ക് തിരിച്ചു. നല്ല തണുപ്പുള്ള വെളുപ്പംകാലം. മാധവിൻ്റെ ശവശരീരം ചുമന്നുകൊണ്ട് ബലവാന്മാരായ 4 പേർ കാട്ടിനുള്ളിലേക്ക് വലിഞ്ഞു ഇഴഞ്ഞു നടക്കുകയായിരുന്നു. കൂപ്പിൽ നിന്നും വനത്തിലിറങ്ങി ഒരു പൊയ്ക ഭാഗത്ത് അവിടെ എത്തി. ഇവിടെ മതി, സ്വാമി നിർദ്ദേശിച്ചു. ശവം അവിടെ ഇറക്കി വെച്ചു. ചെറിയ ഒരു കുഴി മതി. ആവശ്യത്തിനുള്ള വിറകും ചിരട്ടയും ഇട്ട് കത്തിക്കാം. കുറച്ച് കൂടുതൽ മണ്ണെണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് കത്തിച്ചാമ്പലാവും, സ്വാമി നിർദ്ദേശിച്ചു. അങ്ങനെ ദഹനത്തിനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുന്നു. 6 അടിയിൽ കൂടുതൽ നീളത്തിൽ കുഴി തയ്യാറാക്കുകയും അതിൽ വിറകും ചിരട്ടയും മടക്കി വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ശവം എടുത്തു വെച്ച് തീ കൊളുത്തണം. മാധവിൻ്റെ പ്രേതം പല്ല് കീറിച്ച് രക്തവും ഇറപ്പിച്ചങ്ങനെ കിടക്കുകയാണ്. ഒരുപക്ഷെ അതിന് ജീവനുണ്ടായിരുന്നെങ്കിൽ അതിലൊരുവൻ പോലും ഭയന്ന് അയാളുടെ മുഖത്ത് നോക്കുവാൻ പോലും ധൈര്യം കാണിക്കുമായിരുന്നില്ല. ഇപ്പോഴും ആ ശവം ഒന്നനങ്ങുന്നതായി കണ്ടാൽ ആ നിൽക്കുന്നവർ മുഴുവൻ ഓട്ടം മുടക്കാതെ ഓടുക തന്നെ ചെയ്യുമെന്നത് തീർച്ചയാണ്. ശവം വലിച്ചഴിച്ച് കുഴിയിൽ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം കൊണ്ടുവന്ന മണ്ണെണ്ണയും അതിലൊഴിക്കുകയും ചെയ്തിട്ട് തീപ്പെട്ടി ഉരച്ച് അതിൽ വയ്ക്കുന്നു. തീ ആളിപ്പടർന്നു. അന്തരീക്ഷത്തിൽ പുകച്ചുരുളുകൾ ഉയർന്നു. 1.5 കിൻഡൽ തൂക്കമുള്ള മാധുവിൻ്റെ ജീവൻ വെടിഞ്ഞ ദേഹത്തിൽ തീ പിടിച്ചു തുടങ്ങി. മാംസം കരിയുമ്പോഴുള്ള ഗന്ധം അന്തരീക്ഷത്തിൽ വ്യവരിച്ചു തുടരുകയാണ്. ഏകദേശം 2 മണിക്കൂർ സമയം വേണ്ടിവരും ശവം കരിഞ്ഞ് ചാമ്പലാവാൻ. എല്ലാവരും ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുകയാണ്. വനപ്രദേശമായതിനാൽ ഫോറസ്റ്റ് ഗാർഡുകൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. എന്തായാലും നേരം വെളുക്കാൻ ഇനി 1 മണിക്കൂർ കൂടി സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത്രയും നേരം കൊണ്ട് ശവം കത്തിത്തിരികയില്ലെന്നുള്ളത് തീർച്ചയാണ്. എന്തു വേണം? വനപ്രദേശത്ത് ഇത്രയും ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നത് ബുദ്ധിമോശമാണ്. അതുകൊണ്ട് 1-2 ആളുകൾ ഒഴിച്ച് ശേഷിയുള്ളവർ കോപ്പിലേക്ക് പോകാം. ഇനി അത് അമാന്തിക്കണ്ട. മഴ വരുന്നുണ്ടോ? അതെ, ചെറുതായി മഴ പൊടിഞ്ഞു തുടങ്ങി. നമ്മളെ ചതിക്കുമോ? ചോദിക്കുന്നത് അരക്കന്നൂർ സ്വാമി. കേശവന് സംശയമായി. ആ സംശയം യാഥാർത്ഥ്യമായി വരുന്നു. മഴ ചെറുതായി പെയ്തു തുടങ്ങി. എടോ കേശവ, നമ്മ അഴിക്കകത്താവുമോ? മഴ പെയ്ത സംഗതി കുടഞ്ഞത് തന്നെ. പോച്ചുരൽ ഉരുന്നത് ദൂരെ നിൽക്കുന്നവർക്ക് പോലും കാണാം. മഴവെള്ളം തീയിൽ വീണാൽ പുകക്കൂടും. ഏവർക്കും ഭയമായി. കാരണം മാധുവിൻ്റെ ജഡം പകുതി പോലും കരിഞ്ഞിട്ടില്ല. മഴയതാ ശക്തമായി പെയ്യാൻ തുടങ്ങുന്നു. ഇനി രക്ഷാമാർഗം മാത്രം. അരക്കന്നൂർ സ്വാമിയും മറ്റുള്ള സംഘങ്ങളും അവിടെ നിന്നും പലായനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വല്ലവിധനയും കാവൽപ്പുരയിൽ എത്തുമ്പോഴേക്കും മഴ ശക്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാവൽപ്പുരയാകട്ടെ രക്തം മുറഞ്ഞതിൻ്റെ ദുർഗന്ധം നിറഞ്ഞിരിക്കുന്നു. അത് കഴുകി വൃത്തിയാക്കുകയോ അല്ലാത്ത പക്ഷം ചുട്ടുചാമ്പലുക്കുകയോ ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഒരു തെളിവായി അവശേഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ മഴ ശക്തിയായിരുന്നതിനാൽ കാവൽ മഠം കത്തിച്ചാമ്പലാക്കുക എന്ന ദൗത്യം നിറവേറ്റാൻ കഴിയുമായിരുന്നില്ല. ഇനി വരുന്നത് പോലെ തന്നെ വരട്ടെ എന്ന് അവർ വിചാരിച്ചിരുന്നു. എല്ലാവരും കാളവണ്ടിയിലും മരവണ്ടിയിലുമായി തിരികെ ചെറുമംഗലത്ത് ഭവനത്തിൽ എത്തിച്ചേർന്നു. മാധുവിനെ കത്തിച്ച് ചാമ്പലാക്കിയെന്നും ഇനി ഭയക്കാനൊന്നുമില്ലെന്നുമാണ് സ്വാമിയും കൂട്ടരും നാരായണനെ ധരിപ്പിച്ചത്. അയാൾ ആഹ്ലാദിക്കുകയും ചെയ്തു. നാഴിക 9. കൊളവിയോട്ട് ഭവനം സന്തോഷത്തിലായിരുന്നു. എപ്പോഴും തങ്ങൾക്ക് സംഘർഷവും തലവേദനയും സൃഷ്ടിച്ചിരുന്ന ചെറുമംഗലത്ത് ഭവനത്തിൻ്റെ നാശത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ നിദാനം. അവരുടെ ഗുണ്ടാ നേതാവായ നകുലൻ്റെ അന്ത്യവും കൊന്നക്കാട്ട് കുഞ്ഞൻനായരുടെ ചുവടുമാറ്റവും ഈച്ചടി മാസ്റ്ററുടെ എതിർഭാഗ ചങ്ങാത്തവും എല്ലാം അതിന് ഹേതുവായിട്ടുണ്ട്. പിന്നെ മാധുമാരാരുടെ തിരോധാനം, അത് സന്തോഷ വാർത്ത തന്നെ. മാരാർക്ക് എന്തു സംഭവിച്ചിട്ടുണ്ടാകും? മറ്റെന്തായാലും ദേശത്തേക്ക് നാടുവിട്ടു പോയിട്ടുണ്ടാകുമോ? ചോദിച്ചത് കൊളവിയോടൻ. കൂട്ടത്തിൽ നീലകണ്ഠനും പൂവാങ്കുളത്ത് ഗോവിന്ദനും അനന്തൻ തണ്ടാനും ഒക്കെയുണ്ട്. ആരെങ്കിലും തട്ടിക്കളഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യതയുണ്ട്. പൂവാങ്കുളത്ത് ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ കഴിയുന്നില്ല. എല്ലാം പരമരഹസ്യം തന്നെ. നീലകണ്ഠൻ വെളിവാക്കി. അവർ ഒരു മംഗളകടമത്തിന് മുന്നോടിയായി ഒരു ചടങ്ങിന് വേണ്ടി
രണ്ടുപേരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരാവാം എത്തിച്ചേരാനുള്ള ആ രണ്ടുപേർ? ഇനിയും കുറച്ചു സമയം കൂടി കാത്തിരിക്കുക തന്നെ. അകത്ത് സ്ത്രീകളുടെ ക്യാമ്പിൽ ഒരാളെ അണിയിച്ചൊരുക്കാനുള്ള തത്രപ്പാടിലാണ്. കൊളവിയോട്ടൻ്റെ ഭാര്യ ദാക്ഷായണിയും നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ആരാണ് ആ സ്ത്രീ? അത് വസുന്ധരയാണ്, കൊളവിയോട്ട് മാധവൻ്റെ ഒരേ ഒരു മകൾ, ഈ കാണുന്ന സർവ്വസ്വത്തുക്കളുടെയും അനന്തരാവകാശി. അവളുടെ പ്രതിസുത വരനാണ് വരാനുള്ളത്. കൊളവിയോടൻ നീലകണ്ഠനോട് ചോദിക്കുന്നു, ഇനിയും എത്തിയിട്ടില്ലല്ലോ? വരും, 10:30 വരെ രാഹുകാലമാണ്. അത് കഴിഞ്ഞേ അവിടെ നിന്ന് തിരിക്കുകയുള്ളൂ. ഇങ്ങെത്തുമ്പോൾ മണി 11 കഴിയുമല്ലോ. അത് ശരി തന്നെയാണ്, ഇനിയും അരമണിക്കൂർ പിടിക്കും എന്ന് പൂവാങ്കുളവും അഭിപ്രായപ്പെട്ടു. അരവണ്ടി വരണം കൊളവിയോട്ട് ഭവനത്തിൻ്റെ താഴെ പൊതുനിരത്തിൽ വന്നു നിന്നു. അതിൽ 2 പേർ അതിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു. അതിൽ നിന്നും ഇറങ്ങിയ ആദ്യത്തെ ആൾ വീരഭദ്രനും രണ്ടാമത്തെ ആൾ അയാളുടെ പിതാവായ ഈച്ചടി മാസ്റ്ററുമാണ്. 2 പേരും പടവുകൾ കയറി കഴിഞ്ഞു. കൊളവിയോട്ട് ഭവനത്തിൻ്റെ മുറ്റത്തെത്തിക്കഴിഞ്ഞപ്പോൾ കൊളവിയോട്ട് മാധവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്തു. ആദ്യം കയറിച്ചെന്നത് ഈച്ചടി മാസ്റ്ററാണ്, പിന്നാലെ മകനും. വേദിയിലിരുന്ന നീലകണ്ഠനെ കണ്ട് ഈച്ചടി മാസ്റ്റർ ഒന്ന് പകച്ചു പോവുകയും ഒരു ജാളിതയോടെ മുഖം താഴ്ത്തുകയും ചെയ്തപ്പോൾ മകൻ വീരഭദ്രൻ ആദ്യം വണങ്ങിയത് നീലകണ്ഠനെയാണ്, പിന്നാലെ കൊളവിയോട്, പൂവാങ്കുളത്ത് ഗോവിന്ദൻ എന്നിവരെയും തൊഴുതു. എല്ലാവരും ഇരുന്നു. വീരഭദ്രൻ 6 അടി ഉയരവും അതിന് തക്ക കരുത്തുമുള്ള ശരീരപുഷ്ടിയുമുള്ള ഒരു യോദ്ധാവാണ്. ആദ്യം സംസാരിച്ചത് നീലകണ്ഠനാണ്. വീരഭദ്രന് സർക്കാർ വകുപ്പിൽ ജോലി കിട്ടിയത് സത്യം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സത്യം തന്നെയാണ്. തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഗുമസ്തനായിട്ടാണ് എന്നാണ് കേട്ടത്. നീലകണ്ഠൻ ആരാഞ്ഞു. അതെ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് മാർച്ച് മാസം 1-ാം തീയതി ഡ്യൂട്ടിയിൽ ചേരണം. മാസം 75 ഉറുപ്പിക ശമ്പളം കിട്ടും. വീരഭദ്രൻ വെളിപ്പെടുത്തി. 75 ഉറുപ്പിക എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായി. ഇത്രയും പണമൊക്കെ കിട്ടുമോ? ഇവിടുത്തെ പള്ളിക്കൂട വാദ്യന്മാർക്ക് 40 ഉറുപ്പിക മാത്രമേ മാസം തികച്ചു കിട്ടാറുള്ളൂ. ചോദിച്ചത് പൂവാങ്കുളം ഗോവിന്ദൻ തന്നെ. ഇത് തുടക്കമായതുകൊണ്ടാണ്, പിന്നെ പിന്നെ കൂടും. അടുത്തോൺ പറ്റാറാവുമ്പോഴേക്കും 400 വരെ കിട്ടും. ഓ, നമ്മൾ നികുതി കൊടുക്കുന്ന പണം മുഴുവൻ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളമായി കൊടുക്കാനല്ലേ തികയൂ? പിന്നെ ഇവിടുന്ന മറ്റു കാര്യങ്ങൾക്ക് പണം? പൂവാങ്കുളത്താണ് ഇത് പറഞ്ഞത്. സർക്കാരിന് പണം പിരിച്ചെടുക്കുന്നതും അത് ഖജനാവിൽ സൂക്ഷിക്കുന്നതും ആവശ്യത്തിനടുത്ത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും എല്ലാം ഉദ്യോഗസ്ഥന്മാരല്ലേ? അവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഈച്ചടി മാസ്റ്റർ ആദ്യമായി സംസാരിച്ചു. കൊളവിയോടിന് ഉള്ളിൽ സന്തോഷമായി. തൻ്റെ മരുമകനായി വരുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നതും നാട്ടിൽ തൻ്റെ അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നുള്ളതും തീർച്ച. 75 രൂപ തുടക്കത്തിൽ ശമ്പളം, പിന്നെ പിന്നെ സ്ഥാനക്കയറ്റങ്ങൾ. എന്തായാലും തൻ്റെ മകൾ വസുന്ധര ഭാഗ്യവതിയെ തന്നെയാണ്. ഈ നാട്ടിൽ ഉദ്യോഗമുള്ള എത്ര പേരാണുള്ളത്? ഇത്തരത്തിലൊരു മകനെ സൃഷ്ടിച്ചതിന്, അവനെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കി തൻ്റെ മകൾക്ക് സമ്മാനിച്ചതിനും ഈച്ചടി മാസ്റ്ററോട് തനിക്ക് നന്ദിയുണ്ട്. എങ്കിലും ഇത്രയും കാലം എതിർ ക്യാമ്പിൻ്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുകയും നമ്മെ കണക്കറ്റ് ഉപദ്രവിക്കുകയും ചെയ്ത കാര്യം ഒരിക്കലും മറക്കുവാനും കഴിയുന്നില്ല. കൊളവിയോടൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസുന്ധരയെ ആനയിച്ചുകൊണ്ട് ദാക്ഷായണിയും മറ്റു പെണ്ണുങ്ങളും കൂടി രംഗത്ത് വന്നു. അവൾ കൺമഷി എഴുതിയിരുന്നു. മുഖത്ത് പൗഡർ പൂശി നെറ്റിയിലൊരു പൊട്ടും തൊട്ട് മുടിയിൽ പിച്ചകപ്പൂവിൻ്റെ മാലയും ചൂടിയിരുന്നു. സ്വർണ്ണവർണ്ണത്തിലുള്ള കഞ്ചുകമാണ് ധരിച്ചിരുന്നത്. ഒരു താലത്തിൽ വെള്ളിയിൽ നിർമ്മിച്ച ഗ്ലാസുകളിൽ സംഭാരം നിറച്ചു വെച്ചിരിക്കുന്നു. അതിലെല്ലാവർക്കും നൽകി. ദാക്ഷായണി ഒപ്പമുണ്ട്. വീരഭദ്രൻ മുഖത്ത് നോക്കി പരിചയപ്പെടേണ്ട കാര്യമില്ല, എങ്കിലും അതവൾ ചെയ്തു. ഇനി വിവാഹത്തിൻ്റെ തീയതി നിശ്ചയിച്ചാൽ മാത്രം മതി. കൊളവിയോട്ട് മാധവൻ നാട്ടിലെ സമുന്നതനായൊരു പ്രമാണിയാണ്. എന്നുവെച്ചാൽ മധ്യവർഗത്തിലെ പ്രഭുക്കന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം അതിഗംഭീരമായിരിക്കണം. ക്ഷണപത്രിക അച്ചടിച്ച് വേണം ക്ഷണിക്കേണ്ടത്. കൊളവിയോട്ട് ഭവനത്തിൻ്റെ തിരുമുറ്റത്ത് 7 നിലയുള്ള ഒരു പന്തൽ വേണം ഉയരേണ്ടത്. നീലകണ്ഠൻ പറഞ്ഞു. അതൊക്കെ നിന്റെ ഇഷ്ടം. 7 14 ഇടാം. ദൈവം സഹായിച്ച അതിനുള്ള പൊരുൾ നമുക്കുണ്ടല്ലോ. എന്നാൽ ചെയ്യാനുള്ള ആൾശിക്ഷിയുമുണ്ട്. പിന്നെന്തിനു കുടിക്കണം എന്ന് കൊളവിയോടനും പറഞ്ഞു. കല്യാണത്തിന് സർ CP ഒന്ന് ക്ഷണിക്കണമെന്നാണ് എൻ്റെ മനസ്സിലിരിപ്പ്. നാട്ടുകാരെ ഒന്ന് ഇളക്കണം. ഇതുപോലെ ഒരു അടിയന്തരം നാട്ടിൽ നടന്നിട്ടുണ്ടാവരുത്. 7 ജാതി പ്രഥമനും വലിയ പപ്പടവും തീർച്ചയായും വേണം. പാരിപ്പള്ളി ചെന്നാൻ അത്ഭുതപ്പെടണം നമ്മുടെ ആഡംബരം കണ്ട്. അത്രയും ഗംഭീരമായിരിക്കണം ഇത്. നീലകണ്ഠൻ തൻ്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തി. പാരിപ്പള്ളി ചെന്നാനല്ല, ചാവർക്കോട്ട് ചെന്നാൻ. രണ്ടും നമ്മുടെ കുമാരനാശാൻ്റെ കല്യാണപ്പന്തലിൽ നിന്നും പിടിച്ചിറക്കിപ്പിട്ട വലിയ ചെന്നാൻ. കൊളവിയോടൻ തിരുത്തി. അതെന്തിന് എന്ന ചോദ്യം പൂവാങ്കുളം ചോദിച്ചു. അതിത്രയും കാലമായിട്ട് തനിക്കറിയില്ലേ? കുമാരനാശാൻ ചന്നാന്മാരിൽ കുറഞ്ഞവനായിരുന്നല്ലോ. ചാവർക്കോട്ട് വൈദ്യന്മാരിൽ ഒരാൾ വൈദ്യൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ആശാനെ ക്ഷണിച്ചു. അദ്ദേഹം കല്യാണപ്പന്തലിൽ മറ്റു പ്രമുഖരായ ചാന്നാന്മാർക്കിരിക്കുന്ന സ്ഥലത്ത് ഒരു കസേരയിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. പക്ഷേ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ആർക്കും ആ ഇരിപ്പിടം ഇഷ്ടമായില്ല. കാരണം
ആഢ്യന്മാരായ ചാന്നാന്മാർക്ക് ഇരിക്കാനുള്ള ആ സ്ഥലത്ത് ഒരു വടുവൻ കയറിയിരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എഴുന്നേൽക്കടാ എന്നായി വൈദ്യൻ. ആശാൻ പരിഭ്രമിച്ചു. എന്താണ് കാര്യം എന്ന് ചോദ്യം ആശാന് വേണ്ടി പലരും ചോദിച്ചു. കണ്ണിൽ കണ്ട വടുവന്മാർക്ക് ഇരിക്കാനുള്ളതല്ല ഈ കസേരകൾ. വടുവന്മാരുടെ സ്ഥാനം അങ്ങ് പിറകിലാണ്, അവിടെ ഇരുന്നാൽ മതി എന്ന് വൈദ്യൻ ആക്രോശിച്ചു. ഷടാ, ഇതെന്തോന്ന് കൂന്ത്? നാട്ടിൽ പ്രസിദ്ധമായ ഒരു മഹാകവിയെ ജാതിയിൽ കുറഞ്ഞതിൻ്റെ പേരിൽ ഇറക്കി വിടുകയോ? വളരെ അസംബന്ധം തന്നെ. ചിലർ പ്രതിഷേധ സ്വരം ഉയർത്തി. പക്ഷെ വൈദ്യൻ അതിന് പുല്ലിൻ്റെ വിലയും കഴിപ്പിച്ചിരുന്നു. അയാൾ പറഞ്ഞു, വടുവന്മാർ മഹാകവിയോ ഏത് ഗാധവനോ ആവട്ടെ, എന്നാലും ചാനാന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് കയറിയിരിക്കാമോ? അത് ധിക്കാരമല്ലേ? കണ്ണിൽ കണ്ട ഇരപ്പാളികൾക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല ചാവർക്കോട്ട് ചാന്നാൻ്റെ ഭവനം. ഇതിൽ പ്രതിഷേധമുള്ളവൾ അയാൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിപ്പോകും. പലരും ഇത് കേട്ട് നിശബ്ദമായി. ആശാൻ കല്യാണപ്പന്തലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒപ്പം പോയത് നല്ലൊരു ശതമാനം ആളുകൾ. ഇത് കേട്ട് കണ്ടിട്ടും ചാവർക്കോട്ട് വൈദ്യൻ കുലുങ്ങിയില്ല. നല്ലൊരു വിവാഹം ആളുകളെ വൈദ്യനെ വയന്ന് കുമാരനാശാനെ വിമർശിച്ചു. അങ്ങനെ അവനെ തെങ്ങിൻ മറിലെടുത്ത് തല്ലിയോടിക്കണമെന്ന് വരെ പറയുകയും ചെയ്തു. ഇപ്രകാരം ചാന്നാമ്മയുടെ മഹാനാണ് ചാവർക്കോട്ട് വൈദ്യൻ. നമ്മുടെ നാട്ടിലെ എല്ലാ ചാന്നാർ ഭവനത്തിലും കല്യാണം നടക്കുമ്പോൾ ചാന്നാന്മാരുടെ നേതാവും ആത്മീയ ഗുരുമായ ചാവർക്കോട്ട് ചാന്നാൻ കല്യാണപ്പന്തലിൽ വന്ന് വിവാഹത്തിന് സമ്മതം കൊടുക്കണം. എന്നിട്ടേ കല്യാണം നടത്താവൂ. അതിന് ഒരു ചാന്നാൻ ഫീസും കൊടുക്കണം, അല്ലെങ്കിൽ കല്യാണം നടക്കില്ലല്ലോ. കുളവിയോടൻ വിശദീകരിച്ചു. എന്നാൽ നീലകണ്ഠൻ ആ സമ്പ്രദായത്തെ എതിർത്തു. നമ്മുടെ കല്യാണത്തിന് ചാന്നാൻ വേണ്ട, അയാളില്ലാതെ നടത്തിയാൽ കല്യാണം നടക്കുമല്ലേ? എന്താ, ആകാശം പിടിഞ്ഞു വീഴുവോ? അയാൾ ചോദിച്ചു. ഏയ്, അതൊന്നും പറ്റില്ല. ഈഴവരുടെ ഭവനങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കേണ്ടത് ചാന്നാനാണല്ലോ. ആ കീഴ്വഴക്കം മാറ്റിമറിക്കാൻ നമുക്കധികാരമില്ല. അത് മഹാരാജാവ് കൽപ്പിച്ചു കൊടുത്ത അധികാരമാണ്. അതിനെ ധിക്കരിച്ചാൽ രാജകോപം ഉണ്ടാവും. പൂവാങ്കുളവും സമർത്ഥിച്ചു. നീലകണ്ഠൻ ആവട്ടെ ഇതിനെയെല്ലാം ഖണ്ഡിക്കാൻ തുടങ്ങി. നാട്ടിൽ നടന്ന അർത്ഥശൂന്യമായ ആചാരങ്ങളെല്ലാം മാറ്റിമറിക്കുകയാണ് വേണ്ടത്. കല്യാണപ്പെണ്ണ് കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം ചാന്നാൻ്റെ കൂടെ കഴിയണം എന്നൊരു നിയമം ഉണ്ടാക്കി വെച്ചാൽ അതും നിങ്ങൾ അനുസരിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്തിനാ? നാട്ടിലുള്ള കീഴ്വഴക്കം നമ്മളായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്തിന് എന്ന് കുളവിയോടം വാദിക്കുന്നു. എന്തായാലും അഴിമതിക്കാരനും അഹങ്കാരിയും വിവേകമില്ലാത്തവനുമായ ചാന്നാർക്കോട്ട് ചാന്നാനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് നിങ്ങളാരും തടസ്സം നിൽക്കരുത്, നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. താൻ കളയടോ, നാട്ടിലെ പ്രമാണിമാരുടെ വൈരാഗ്യത്തിന് പാത്രീഭവിക്കുന്നത് എന്തിനാ? നമ്മുടെ കല്യാണത്തിന് അയാൾ കൂടി പങ്കെടുത്തെന്ന് കരുതി നമുക്കെന്ത് ചെയ്താം? ഒരു പണക്കിഴി ദക്ഷിണയായി കൊടുക്കുന്നതിന് നമുക്ക് ഒരു പഞ്ഞവുമില്ല. പിന്നെ അയാളെ എന്തിനൊഴിവാക്കണം? പൂവാങ്കുളവും അഭിപ്രായപ്പെട്ടു. എന്തായാലും വരട്ടെ എന്നായി നീലകണ്ഠൻ. വിവാഹത്തിൻ്റെ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. ആവശ്യം പോലെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനായി വിശ്വനാഥൻ തട്ടാനെ വീട്ടിൽ വരുത്തി കഴിഞ്ഞു. നികഷവും ഉളിയാണിയും ഉമിയും ചട്ടിയും ഒക്കെയായി വിശ്വനാഥൻ തട്ടാൻ ആഭരണങ്ങളുടെ പണി ആരംഭിച്ചു. കുറിമാരം 2000-ൽ പരം അച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലെ പ്രഭുക്കന്മാരെ ക്ഷണിക്കാൻ കുളവിയോടൻ നേരിട്ട് പോയി. ബന്ധുക്കളായ മുഴുവൻ പേരെയും അവരവരുടെ ഭവനങ്ങളിൽ സന്ദർശിച്ച് ക്ഷണിച്ച് ദാക്ഷായണിയും വസുന്ധരയും 1-2 വൃദ്ധന്മാരും ഒക്കെ ചേർന്നാണ്. നീലകണ്ഠൻ 7 നിലപ്പന്തലിൻ്റെ സദ്യവട്ടങ്ങളുടെയൊക്കെ ചുമതല വഹിക്കുകയാണ്. ബന്ധശത്രുക്കളാണെങ്കിലും ചെറുമംഗലത്ത് നാരായണൻ്റെ ഭവനത്തിൽ കല്യാണം പറയാതിരിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായതിനാൽ അവിടെ സന്ദർശിക്കാൻ തന്നെ കുളവിയോടൻ തീരുമാനിച്ചു. രാവിലെ 10 മണി കഴിഞ്ഞ നേരത്ത് കുളവിയോടൻ ഭാര്യസമേതം ചെറുമംഗലത്ത് എത്തിച്ചേർന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ സന്ദർശനം. നാരായണൻ അത്ഭുതപ്പെട്ടു. താൻ എക്കാലത്തും എതിരാളിയാണ് തൻ്റെ സമക്ഷത്തിൽ എത്തിയിരിക്കുന്നത്. എന്താണ് പറയേണ്ടത്? അയാൾ കുളവിയോടനെ നോക്കിയിരിക്കുകയാണ്. നമസ്കാരം. ആദ്യം പറഞ്ഞത് കുളവിയോടൻ തന്നെ. നമസ്കാരം, അങ്ങോട്ടിരിക്കൂ എന്ന് നാരായണൻ പറഞ്ഞു. പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു. സംഭാരം കൊണ്ടുവരൂ, 3-4 ആളുകൾക്ക് വേണം. കുളവിയോടൻ കസാരയിൽ ഇരുന്നു കഴിഞ്ഞു. തൻ്റെ കയ്യിലിരുന്ന കല്യാണക്കത്ത് നാരായണൻ്റെ പക്കൽ ഏൽപ്പിച്ച് ഇപ്രകാരം പറയുന്നു. മകളുടെ വിവാഹമാണ്. ചിങ്ങമാസം 21-ാം തീയതി ക്ഷണിക്കാൻ വന്നതാണ്. എല്ലാവരും മംഗളകർമ്മത്തിൽ പങ്കെടുക്കണം. ആരാ പയ്യൻ എന്ന മറുചോദ്യം നാരായണൻ ഉന്നയിച്ചു. വീരഭദ്രൻ, നമ്മുടെ ഈച്ചറി മാസ്റ്ററുടെ മകൻ. തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഗുമസ്തനാണ്, കുളവിയോടൻ അറിയിച്ചു. ഇത് കേട്ട് നാരായണൻ്റെ മുഖം വാടി. അയാളൊന്ന് നിശബ്ദനായി. എങ്കിലും ഇങ്ങനെ പറഞ്ഞു. കൊള്ളാം, നല്ല പയ്യൻ. ഈച്ചടി മാസ്റ്റർ ഇവിടുത്തെ ആശ്രിതനായിരുന്നു. കാലത്ത് അയാളുടെ പഠനത്തിന് വേണ്ടി ധാരാളം പണം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഗുമസ്തനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എന്തായാലും മാധവൻ്റെ ജാമാതാവ് ഒരു ഗുമസ്തനായത് നല്ല കാര്യം തന്നെ. ഇത് നീലകണ്ഠൻ്റെ താല്പര്യമാണ്. ചിറയൻകീഴിൽ നിന്നും ഒരു പയ്യൻ വന്നിരുന്നു. പക്ഷേ അതെൻ്റെ മകൾക്കൊട്ടും ഇഷ്ടമായില്ല. ലണ്ടനിൽ താമസമാക്കിയ അയാൾ വേളി കഴിഞ്ഞാൽ ഇങ്ങ് കൊണ്ടുപോകുമോ എന്നൊരു സംശയം. പിന്നെ പയ്യൻ അത്ര നിറം പോരാ, പൊക്കവും നന്നേ കുറവ്. കുളവിയോടൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ
ചിറയൻകീഴുകാർക്ക് പൊക്കം വളരെ കുറവാണ്. അധികവും കുള്ളന്മാരാണ്. നമ്മുടെ പെൺപിള്ളേർക്ക് പൊക്കം കുറഞ്ഞവരെ ബോധിക്കുന്നില്ലെന്നുള്ളത് വാസ്തവം തന്നെ. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നാരായണൻ്റെ ഒരു സഹോദരിയായ സുഭദ്ര സംഭാരവുമായി എത്തിക്കഴിഞ്ഞു. അയാൾ ചിരിച്ചു. ദാക്ഷായണി അവളുമായി മാറി നിന്ന് സംസാരിച്ചു. അത് നാരായണൻ കാണാത്ത ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ നിന്നും കരകയറാൻ ഒരു മാർഗവുമില്ലെന്നും ഇങ്ങനെ എരിഞ്ഞു തീരുന്നതിനേക്കാൾ നല്ലത് വല്ല കുളത്തിലോ പുഴയിലോ എടുത്തു ചാടി ചാവുന്നതാണെന്നും കുടുംബത്തിലെ പെൺകുട്ടികളെ കെട്ടിച്ചൂടാൻ 10 കാശ് മുടക്കില്ലെന്നും അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള കാശ് തരുന്നില്ലെന്നുമൊക്കെയുള്ള പരാതികളാണ് സുഭദ്ര ദാക്ഷായണിയോട് പറഞ്ഞത്. ഈ വിവരം തന്നെ നാരായണൻ അറിഞ്ഞാൽ സുഭദ്രയെ ശിക്ഷിക്കും. ദാക്ഷായണി ഒന്നും പറയാൻ സാധിക്കില്ലായിരുന്നു. അവൾ സുഭദ്രയെ സമാധാനപ്പെടുത്തി. ചെറുമംഗലത്തു നിന്നും തിരികെ വരുന്ന വഴിയിൽ വില്ലുവണ്ടിയിലിരിക്കുമ്പോൾ ദാക്ഷായണി കുളവിയോടനോട് ഇക്കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. കൂട്ടുവ്യവസ്ഥതി ഇനി അധികകാലം നിലനിൽക്കില്ല. ആകെ അസ്വസ്ഥരാണ് എല്ലാവരും. ഓരോരുത്തർക്കും സ്വത്ത് വീതം വെച്ച് കിട്ടണമെന്നുള്ള അഭിപ്രായമാണല്ലോ. അരവിന്ദൻ എന്ന ചെറുക്കൻ എന്നോട് ചിലതൊക്കെ സംസാരിച്ചു. അവന് നമ്മുടെ വീട്ടിൽ വരണം. കല്യാണത്തിന് അവൻ വരുമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് മാധവൻ ചിരിച്ചു. എന്നിട്ടൊരു ചോദ്യം. അവന് നമ്മുടെ വീട്ടിൽ നിന്നൊരു സംബന്ധം കൊടുത്താലെന്താ? ദാക്ഷായണി അത്ഭുതപ്പെടുത്തി. ഏത് പെണ്ണിനെ കൊടുക്കും എന്ന് ചോദിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരിയുടെ മകളാ. ലതികയോ അതോ അരുന്ധതയോ? അവനെ ഏതിനെ വേണമെന്ന് പറയട്ടെ, കൊടുക്കാം. കുളവിയോടൻ വീണ്ടും ചിരിച്ചു. എന്തായാലും കുടുംബം ഇനി ഈ നിലയിൽ അധികകാലം നിലനിൽക്കുന്നുള്ളത് സത്യമാണ്. ഗുരുസ്വാമി ശിവഗിരിയുടെ കെട്ടിടം വയ്ക്കാൻ കുറച്ച് തേക്കിൻ തടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൊടുക്കാമെന്ന് പറയുകയും ഒടുവിൽ കൊടുക്കാതിരിക്കുകയും ചെയ്ത ആളാണല്ലോ അങ്ങേര്. അന്ന് ഗുരുവിൽ നിന്നും ശാപം ഏറ്റുവാങ്ങിയതിനു ശേഷം പിന്നെ ഗുണം പിടിച്ചിട്ടേ ഇല്ല. അത് നീ പറഞ്ഞത് ശരി. കുടുംബം നശിക്കാനല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധുക്കളായ ഒരുപാട് പുലയന്മാരെ അടിച്ചു കൊന്നു കുഴിച്ചിട്ട ശേഷം പിടിച്ചു പറിച്ചതാണല്ലോ ചെറുമംഗലത്തിൻ്റെ സ്വത്തിൻ്റെ സിംഹഭാഗവും. അതെന്തായാലും മുടിഞ്ഞു പോവുക തന്നെ ചെയ്യും. നമ്മൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ദാക്ഷായണി ചോദിച്ചു. നമ്മുടെ കുടുംബം ഉണ്ടായത് 4 തലമുറകൾക്ക് മുമ്പാണ്. ഇതുവരെ നശിച്ചു പോയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ തുടരുകയാണ്. നമ്മുടെ നോവലിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.